സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാമാസങ്ങളിൽ 35-നും 60-നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാമാസങ്ങളിൽ 35-നും 60-നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ ആനുകൂല്യം ലഭ്യമാവും എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മനസ്സിലായതാരാണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന ഒരു കള്ളപ്രചരണം നടത്തുന്നുണ്ട്. നമ്മൾ കള്ളപ്രചരണം നടത്തി, നമ്മൾ യഥാർത്ഥ പ്രചരണം നടത്തിയപ്പോ ലീഗിന്റെ ഒരു നേതാവിന്റെ പ്രസംഗം അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. ചന്ദ്രിക പത്രത്തില് വാർത്ത വന്നു. ഇവരുടെ പേരെന്താന്നറിയ? വനിതാ ലീഗിന്റെ സംസ്ഥാന നേതാവാ സുഹറ മമ്പാട്. ഈ സൂറ മമ്പാട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഈ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ, എന്റെ നാടിൽ, എന്റെ വീടിനടുത്ത് വന്ന് കേരളത്തിലെ ഒരു മതസംഘടനയുടെ പേരിൽ ഖുർആൻ ക്ലാസ് നടത്തുന്ന നേതാവാണ് സൂറ മമ്പാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് വന്ന് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതി ഇവര് പ്രസംഗിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞ എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് 1000 രൂപയുടെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കള്ളത്തരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? ഈ ജനുവരി മാസം 1-ാം തീയതി സൂറ മമ്പാടിന്റെ വീട്ടിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. എന്തിനാ ഹെൽപ്പ് ഡെസ്ക്? ഇതേ പെൻഷന് അപേക്ഷിക്കാൻ, സ്ത്രീകളെ സഹായിക്കാൻ. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽക്കാതിരിക്കും? തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ചക്കള്ളം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു. ഇത് മാത്രമാണ് അവര് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്നതിന് ഒരു കാരണം, സകല വീടുകളിലും കയറി ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പ്രചരിപ്പിച്ചിട്ടുള്ളത് SIR. എന്താണ് SIR? പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കാണ്. ആ വോട്ടർ പട്ടികയുടെ അനുഭവം ഇന്ത്യ രാജ്യത്തുണ്ട്. എവിടെ ഉണ്ടായിട്ടുള്ളത്? ആസാമിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന്. ബീഹാറിൽ ഇതേ സംഭവമുണ്ട്. SIR-ന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന്. അങ്ങനെ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്ന കാലം. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്ന നിമിഷം മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. ആ അരക്ഷിതാവസ്ഥയുടെ സമയത്ത് SIR പോലെയുള്ള ഒരു നിയമം ഈ നാട്ടിൽ കൊണ്ടുവന്നപ്പോ അതിനെ നഖശികാന്തം എതിർത്ത പാർട്ടിയാണ് CPM. നമ്മൾ സമരങ്ങൾ നടത്തി, നമ്മള് കോടതിയെ സമീപിച്ചു. അതിനെതിരെ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ MP-മാർ ഉജ്ജ്വലമായി പ്രതിഷേധിച്ചു. കേരള നിയമസഭക്കകത്ത് ഇടതുപക്ഷത്തിന്റെ MLA-മാരും മന്ത്രിമാരും ശക്തമായി പ്രതിഷേധിച്ചു. എന്റെ നാട്ടിലടക്കം SIR-ന്റെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോകാനുള്ള ജനങ്ങൾ ഒഴിവായി പോകുമോ എന്നതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ ഇടതുപക്ഷം നടത്തി, CPM നടത്തി. നമ്മൾ വികസനം മാത്രം പറഞ്ഞു നടന്നപ്പോ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും വീടുകളിൽ കയറി പറഞ്ഞത് എന്താ അറിയോ? SIR നടപ്പിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എവിടെ പോകേണ്ടി വരും? നിങ്ങള് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ഇതൊന്ന് കേട്ടു നോക്കി. നിങ്ങൾ നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക്. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇതൊരു വീട്ടിൽ സ്വകാര്യം പോയി പറയല്ല. വല്ല ലീഗിന്റെ ആളുകൾക്ക് സംശയമുണ്ടോ? ഞാൻ ഇവിടെ കൊടുക്കും വീഡിയോ. അരീക്കോട് അങ്ങാടിയിൽ മൈക്ക് കെട്ടി മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ആൾ കേൾക്കുന്നത് എന്താ? മുസ്ലിം ലീഗ് പ്രസംഗിച്ചേ, നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം SIR നടപ്പിലാക്കും. അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, മുങ്ങിത്താവുന്നവനെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന പോലെ ആകെ ബേജാറായി നിൽക്കുന്ന മനസ്സുകളിലേക്ക് നല്ല തലേക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാരെയും കൂട്ടിട്ടാ പോകുന്നത് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും. നമ്മൾ മുസ്ലിങ്ങൾ മതമാണ് 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 പ്രശ്നം. ജയരാജൻ സഖാവോട് പറഞ്ഞില്ലേ? അങ്ങനെ മതത്തിന്റെ പ്രതീകാത്മകമായ ആളുകളെ കൂട്ടി വീട്ടിൽ പോയി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അകമ്പടി കോതി ഇവർ പറഞ്ഞു വീടുകളിൽ പ്രചരിപ്പിച്ചു.
ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ലീഗുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറയാൻ പാണക്കാട് തങ്ങളടക്കമുള്ളവർ തയ്യാറുണ്ടോ? ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ നാട്ടില് വീട് വീടാന്തരം കയറി ഇവരെ പ്രസംഗിച്ചത് SIR-നെ കുറിച്ചാ. എത്ര വീഡിയോകൾ വേണം ഞങ്ങൾക്ക് കേൾപ്പിച്ച? എന്താ പറഞ്ഞത്? പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാര 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ റോഡിനപ്പുറവും ഇപ്പുറവും 47 ആഗസ്റ്റ് 14 ഇന്ത്യ, ആഗസ്റ്റ് 15 ഈ റോഡ് അതിര് നിശ്ചയിച്ചു. അപ്പുറം പാകിസ്ഥാൻ, ഇപ്പുറം ഇന്ത്യ. എന്നാൽ ഇവിടുന്ന് കച്ചവടത്തിന് പോയ മനുഷ്യരുണ്ട് അവിടെ. വെറ്റില കച്ചവടത്തിലും ചായ കച്ചവടത്തിലും ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും ലഡാക്കിലേക്കും ഢാക്കയിലേക്കും പോയ മലപ്പുറത്ത് നിന്നടക്കമുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവര് പാകിസ്ഥാന്റെ മണ്ണിൽ ഒറ്റപ്പെട്ടു പോയി. അവന്റെ പ്രിയപ്പെട്ടവർ ഈ നാട്ടില്, അവന്റെ കുട്ടികൾ ഈ നാട്ടില്, അവന്റെ മാതാപിതാക്കൾ ഈ നാട്ടില്. അവസാനം രണ്ടും കൽപ്പിച്ച് അതിർത്തിയിലെ പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച് മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചെത്തിയ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യര് വീട്ടിൽ തിരിച്ചെത്തി കുറച്ചു കഴിഞ്ഞപ്പോ വിവരം പുറത്തായി, പാകിസ്ഥാനികൾ വന്നിട്ടുണ്ട് എന്നാ പ്രചരണം. പാകിസ്ഥാനിൽ നിന്ന് ചാടി വന്നിട്ടുണ്ട്. പോലീസ് ആ വീട്ടിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. മയ്യത്തിറങ്ങുന്നത് പോലെയാ വീട്ടിൽ നിറങ്ങുന്നത്. പരദേശി എന്ന സിനിമയിൽ വികാരനിർഭരമായ ആ രംഗമുണ്ട്. കാരണം എന്താ? മയ്യത്ത് കൊണ്ടുപോകുന്നല്ലോ പറയാൻ കാരണം, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരവില്ല. മയ്യത്ത് അങ്ങനെയല്ലേ, മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുന്നല്ലേ, വീട്ടിലേക്ക് ഇനി തിരിച്ചു വരവില്ല. അവൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തന്നെ ഇല്ല. എന്താ കാരണം? അവന് പാകിസ്ഥാന്റെ പാസ്പോർട്ട് ഇല്ല. അതിർത്തിയിൽ കൊണ്ടുപോയി ഇന്ത്യയുടെ പട്ടാളക്കാർ അവനെ പാകിസ്ഥാനിലേക്ക് തള്ളും. ഒന്നുകിൽ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലും, അല്ലെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും. എത്ര പേർ! എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് എത്ര MP-മാരുണ്ടായിരുന്നു? ആ വിഷയ സംബന്ധമായി ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ സംസാരിച്ച ഒരു രേഖ കാണിച്ചു തരുങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജയരാഘവൻ എന്നൊരു പേര്. വിജയരാഘവൻ, നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്ന വിജയരാഘവൻ. ആ വിജയരാഘവൻ ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുമ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഉജ്ജ്വലമായി സംസാരിച്ചു, വലിയ ബഹളുണ്ടാക്കി. അതിനുശേഷം ഈ പാകിസ്ഥാൻ പൗരന്മാരായി ഇവിടെ വരുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചു. അന്ന് RSS എന്താ പറഞ്ഞത്? വിജയരാഘവൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കിൽ പാസ്സായ മനുഷ്യനാണ്. അതുകൊണ്ട് വിജയരാഘവൻ ഇസ്ലാമിന്റെ ചരിത്രമേ അറിയുള്ളൂ, അല്ലേ? ഇസ്ലാമിക തീവ്രവാദിയാക്കി അന്ന് RSS വിജയരാഘവന്. ഇന്ന് ഇവരോ ഹിന്ദു തീവ്രവാദിയാക്കും. അപ്പൊ ഞങ്ങൾക്ക് ക്ലിയർ ആണ്, കാര്യങ്ങൾ കൃത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രചരണം അതാണ്. കഴിഞ്ഞില്ല, ഞാനൊന്ന് ഓടിച്ചു പോവാ. മറ്റൊരു പ്രചരണം ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രചരണം? പാലത്തായിലെ പെൺകുട്ടി ഓർക്കുന്നില്ലേ? കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ ഒരു പെൺകുട്ടി, പ്രായമാകാത്ത മുസ്ലിം പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ആരാ പീഡിപ്പിച്ചത്? BJP-കാരനായ ഒരു അധ്യാപകൻ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പീഡിപ്പിച്ച BJP-കാരനെ ആക്രമിക്കാനല്ല ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPയും അടക്കമുള്ളവർ ശ്രമിച്ചത്. അവര് പറഞ്ഞെന്താണ്? ആ അധ്യാപകനെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു. അതിനെതിരെ പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടും അവരംഗീകരിച്ചില്ല. BJP-കാരനെ കുറ്റം പറയുന്നതിനപ്പുറം ആ കുറ്റം മുഴുവൻ CPM-ന്റെ തലയിലിട്ടു. കേസ് വന്നു. ആ കേസിൽ ഇതിന്റെ പ്രതിയായ അധ്യാപകനെ ശിക്ഷിച്ചു. അപ്പോഴും പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെതിരാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണം. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ജയിച്ച മെമ്പർമാർക്കുള്ള സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാനൂരിനടുത്ത പന്ന്യന്നൂരിൽ ഞാൻ പോയിരുന്നു. ആ പന്ന്യന്നൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കാണ്. മാത്രമല്ല, ഈ പാലത്തായിൽ നിന്ന് ജയിച്ചു വന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ സഖാബ് ബൈജു. ആരാ ബൈജു? പാലത്തായി ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. കഴിഞ്ഞില്ല. ജയിച്ചു വന്ന ബൈജുവിനെ വഴിയോരത്തിരുന്ന് മാലയിട്ട് സ്വീകരിച്ചത് പാലത്തായിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. വല്ല സംശയം ലീഗിനുണ്ടോ? എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാം പാലത്തായിലേക്ക്. ആ മാതാപിതാക്കളെ നേരിട്ട് കാണാം. പാലത്തായില് ഈ വിജയിച്ചു വന്ന ബൈജുവിനൊപ്പമുള്ള ചിത്രം എന്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ പോയവനാ. നിങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു, പാലത്തായിലെ പെൺകുട്ടിയെ കമ്മ്യൂണിസ്റ്റുകാരൻ പീഡിപ്പിച്ചു. അതുപോലെ എത്ര ഉദാഹരണങ്ങൾ. ആ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ റിയാസ് മൗലവി വധക്കേസ്.
ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. റിയാസ് മൗലവി വധക്കേസ്. എന്താ റിയാസ് മൗലവി വധക്കേസ്? കാസർകോട്ടെ ഒരു പള്ളിയില് ഉസ്താദായ റിയാസ് മൗലവിയെ RSSകാർ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നു. ആ കേസ് കോടതിയിൽ വന്നു. പ്രതികളെ 3-ാം ദിവസമാണ് കേരളത്തിന്റെ പോലീസ് പിടികൂടിയത്. 3-ാമത്തെ ദിവസം ആ കേസ് കോടതിയിൽ വന്നു. പക്ഷേ കോടതി പാലത്തായി കേസിലെ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ RSSകാരെ വെറുതെ വിട്ടു. എന്താ ഈ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചത്? എന്താ ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിം മനസ്സുകളിലേക്ക് വിഷബോംബിട്ടത്? പാലത്താ ഈ റിയാസ് മൗലവി വധക്കേസിലെ പെൺകുട്ടി പിന്നെ പ്രതികളെ ഇതാ പിണറായി കേരളം ഭരിക്കുമ്പോ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, പിണറായി ആയിരുന്നു ആ കോടതിയുടെ ജഡ്ജി? പിണറായി ആണോ ആ കോടതിയുടെ ജഡ്ജി? അല്ല. നാളെ ഇന്ന് 22 ഇന്ന് ഞങ്ങളൊരു രക്തസാക്ഷി ദിനം നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ. ആരാന്നറിയോ? ഷിബിൻ വധക്കേസ്. നാദാപുരത്തെ ഷിബിൻ മറക്കൂല കേരളം. വലിയ പ്രശ്നമുണ്ടായതാ. ആരാ കൊന്നത്? മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൂട്ടം മഴുകൊണ്ട് വെട്ടി നുറുക്കി നെഞ്ചു പിളർത്തിക്കൊന്ന ഭാസ്കരേട്ടന്റെ മകൻ ഷിബിൻ ഇല്ലേ? ആ ഷിബിൻ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ആര് ഭരിക്കുമ്പോ? പിണറായി ഭരിക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ അത് പറയാതെ പോയി? കാരണം വിധി പറഞ്ഞത് പിണറായി അല്ല, കോടതിയിലെ ജഡ്ജിയാണ്. പക്ഷേ ഷിബിൻ വധക്കേസിൽ ഗവൺമെന്റ് അപ്പീൽ പോയി. കഴിഞ്ഞ വർഷം ആ കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. അതിലെ ഒരു പ്രതി ഇപ്പോഴും KMCCയുടെ സംരക്ഷണയിൽ ദുബായിൽ കഴിയുന്നു ഇല്ലേ? ഷിബിന് നീതി കിട്ടിയതിന് ശേഷം കഴിഞ്ഞ വർഷം ഇതേ ദിവസം നടന്ന 10ാം ചരമവാർഷികത്തിൽ ഞാൻ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസ് മൗലവി വധക്കേസിൽ ഗവൺമെന്റ് അപ്പീൽ പോയിട്ടുണ്ട്. എന്റെ വിഷയം അതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളായ 3 RSSകാരെ പോലീസ് പിടിച്ച് ജയിലിലിട്ടത് 3ാമത്തെ ദിവസമാണ്. അവര് പിന്നെ പുറം ലോകം കണ്ടത് എന്താണെന്നറിയോ? അവര് പിന്നെ പുറം ലോകം കണ്ടത് ഈ കോടതി വിധി വന്നതിന് ശേഷം. അതിനിടയിലുള്ള 7 കൊല്ലവും 7 ദിവസവും പുറം ലോകം കാണാതെ അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലിട്ടത് കേരള പോലീസ്. ആ കേരള പോലീസിന്റെ മന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൊലക്കേസിലെ പ്രതികളുണ്ടല്ലോ, നമുക്കൊക്കെ ചുറ്റും പലരും ഉണ്ടാവും കൊലക്കേസിലെ പ്രതികൾ. എന്റെ നാട്ടിലടക്കം എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ നിയമവ്യവസ്ഥ പ്രകാരം പരോൾ അനുവദിക്കും ഗവൺമെന്റ് ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ. ആ പരോള് പ്രകാരം അവർക്ക് 3-4 മാസം കഴിയുമ്പോൾ 10-15 ദിവസത്തെ പരോള് കിട്ടും. എന്നാൽ ഈ കേരളത്തിൽ കോവിഡ് ഉണ്ടായി, മറുപടിയില്ലാത്ത മഹാമാരി. ആ മഹാമാരിയുടെ കാലത്ത് കണ്ണൂരിലെ തുറന്ന ജയിലിൽ അടക്കമുള്ള മുഴുവൻ ആളുകളെയും, തുറന്ന ജയിലിലെ എല്ലാ ആളുകളെയും, കണ്ണൂർ ജയിലിലെ ഗോവിന്ദസ്വാമി പോലെയുള്ള കൊടും ക്രിമിനലുകളെ ഒഴിച്ച് ബാക്കി എല്ലാ തടവുകാരെയും ദീർഘകാല പരോളിന് വിട്ടു. എന്താ കാരണം? രോഗം പടരാതിരിക്കാൻ. അന്ന് പോലും ഈ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ അവിടെ കിടന്നു, ജയിലിൽ കിടന്നു. എന്നിട്ട് അതിന്റെ കുറ്റാരോപണം വെച്ചത് ആരുടെ നേരെയാ? കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രയോഗിച്ച പല കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മറന്നുപോകരുത്. ഇന്നും കേരളത്തിന്റെ നിയമസഭക്കകത്ത് ആ പാട്ടുണ്ട്. എന്താണത്? പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഇന്നിപ്പോ എന്തേ പാട്ട് മാറിയല്ലോ? ഇന്നിപ്പോ പാട്ടിന്റെ കോലം മാറിയല്ലോ, പുതിയ പാട്ടുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇവിടെ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ സംശയത്തിനിട നൽകി. ഈ വിഷയം എവിടെ തുടങ്ങുന്നറിയങ്ങൾ അവിടെ തുടങ്ങണം നമ്മള്. ഒരു ദിവസം കഴിഞ്ഞ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാണ്, ശബരിമലയിലെ ഒരു സ്വർണ്ണപീഠം കാണുന്നില്ല. എന്നോട് പോറ്റി പറഞ്ഞതാണ് ആര്? സതീശൻ. സംശയമുണ്ടോ ലീഗിനും കോൺഗ്രസും? കഴിഞ്ഞ നിയമസഭയെ പറഞ്ഞതാ. പിന്നെ ശബരിമലയിലെ ഒരു സ്വർണ്ണപീഠം കാണുന്നില്ല. അപ്പൊ പിണറായി പറഞ്ഞു, എനിക്കതിനെ കുറിച്ച് ഒരു അറിവുമില്ല. നിങ്ങളോട് ആര് പറഞ്ഞു? എന്നോട് പോറ്റി പറഞ്ഞതാ. ശരി, നമുക്ക് അന്വേഷിക്കാം. അത് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നേതൃത്വം നൽകുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. എവിടുന്നാ പീഠം കിട്ടിയത്? പോറ്റിന്റെ അടുത്ത്. എവിടുന്നാ പീഠം കിട്ടിയത്? പീഠം കാണുന്നില്ല, കട്ടുപോയി എന്ന് പറഞ്ഞ ഓറ്റിയുടെ വീട്ടിൽ നിന്ന് പീഠം പിടിച്ചു.
ഈ നാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരിപ്പിച്ചെന്താണ്? ഓറ്റിയെ കയറ്റിയത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ, ഇല്ലേ? അതിന് കാരണം പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഓറ്റിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നു. ആരാ പോസ്റ്റ് ചെയ്തത്? സുബ്രഹ്മണ്യൻ, എൻ സുബ്രഹ്മണ്യനെ, കോഴിക്കോട് പിന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി, AICC അംഗം കൂടിയാണെന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു. ഈ നാടിനൊക്കെ പരിചയമുള്ള സുബ്രഹ്മണ്യൻ എന്താ അദ്ദേഹത്തുള്ളത്? ഓറ്റിയുടെ ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറയുന്നു. ആര്? പിണറായി, ഇല്ലേ? പോലീസ് പിടിച്ചപ്പോ പറഞ്ഞത് AI ആണ്, എനിക്ക് വേറെ ആൾ അയച്ചെന്നാ. എന്നിട്ടും അവര് പിണറായിയും പോറ്റിയും നിൽക്കുന്ന ചിത്രം വെച്ചു. പോറ്റിയുടെ അരികിൽ പിണറായി എന്തോ പറയുന്നത് പോലെയുള്ള ചിത്രം പ്രദർശിപ്പിച്ചു. പക്ഷെ അതിന്റെ വീഡിയോ പുറത്തു വന്നു. എന്താണ് ആ വീഡിയോ? ശബരിമല അയ്യപ്പൻ പിന്നെ ശബരിമലയിലേക്ക് പോലീസിനുള്ള പ്രത്യേക ആംബുലൻസ് സംഭാവന ചെയ്യാണ്. ആര്? ഭീമാ ജ്വല്ലറി. അത് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിയെ ഒരു പരിപാടിക്ക് വിളിച്ചു. മുഖ്യമന്ത്രിക്ക് ഒഴിവില്ല. അവസാനം വരെ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഓഫീസുണ്ട്, 3ാമത്തെ നിലയിൽ. പോയൊരു കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴേക്ക് വെച്ചു. 5 മിനിറ്റ് നിന്നാ മതി മുഖ്യമന്ത്രി, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തന്നാൽ മതി, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആവട്ടെ, 5 മിനിറ്റ് സമയം അനുവദിച്ചു. കേരളത്തിന്റെ DGP രവത ചന്ദ്രശേഖരുണ്ട്, 6 മാസമായിട്ടുള്ള അദ്ദേഹം DGP ആയി. അതുപോലെ തന്നെ ADGP-മാരുണ്ട്. മുന്നിൽ കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറയുണ്ട്. ആ ക്യാമറയുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഭീമാ ജ്വല്ലറി അടിച്ച ക്ഷണക്കത്ത് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ അവിടെ കൊടുക്കും. കോപ്പി കൊടുത്തിട്ട് നാസർ കൊളായി പോകും, അല്ല ഞാൻ ബടായി പറഞ്ഞു പോയി എന്ന് പറയും. അതുകൊണ്ടാ പറഞ്ഞു, അതിലൊന്നും പോറ്റിയുടെ പേരില്ല. ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന എന്താ? ഭീമാ ജ്വല്ലറിയുടെ പ്രതീതിയായ ഒരു പെൺകുട്ടി. അത് ജ്വല്ലറിയുടെ ഉടമസ്ഥന്റെ മകളാണോ ബന്ധുവാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ തൊട്ടടുത്ത് മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ഓറ്റിയുണ്ട്. നമ്മൾ വിളിച്ചതല്ല, സർക്കാർ വിളിച്ചതല്ല, അവരുണ്ടാക്കിയ പരിപാടിയാണ്. ആ ചാവി തരുമ്പോ ഓറ്റി തൊട്ടടുത്തുണ്ട്. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സകല ചാനലുകളിലും വരുന്നു. ഒന്നുകൂടി പറഞ്ഞു മുഖ്യമന്ത്രിയോട്, വെള്ളക്കൊടി വീശി ആംബുലൻസിനെ യാത്രപ്പെടുത്തണം. വെള്ളക്കൊടി വീശി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ആംബുലൻസ് അങ്ങ് കടന്നുപോയി. മുഖ്യമന്ത്രിക്ക് തിരക്കുണ്ട്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. അപ്പൊ ഇയാളാണ് അസീസ്ക്കാണ് പോറ്റിന്ന് കൂട്ടിക്കോ. അസീസ്ക്ക് അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നു. ആ തിരിഞ്ഞു നടക്കുമ്പോഴുള്ള ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മുഖ്യമന്ത്രി ഈ പോറ്റിയുടെ ചെവിയിലേക്ക് എന്തോ പറയുന്നത് പോലെയുള്ള ചിത്രമെടുത്ത് ഈ നാട്ടിൽ മുഴുവൻ പ്രദർശിപ്പിച്ചു. എന്നാൽ വീഡിയോ പുറത്തു വന്നപ്പോ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? പോറ്റിയെ കയറ്റിയതാരപ്പ എന്ന ചോദ്യം വന്നപ്പോഴാണ് ജനപത് 10ാം നമ്പറിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി നിൽക്കുന്നു. പോറ്റിയുടെ കൂടെ ആരുണ്ട്? അടൂർ പ്രകാശ് നിൽക്കുന്നു. അടൂർ പ്രകാശിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ പോറ്റിയെ പ്രധാനമന്ത്രി അല്ല സോണിയാഗാന്ധിയുടെ ജനപത് 10ലേക്ക് വീട്ടിലേക്ക് കയറ്റി? അറിയാലോ, ജനപത് 10ന്റെ പ്രത്യേകത Z കാറ്റഗറി ഉണ്ട്. ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധിയെ ആരാർപ്പണത്തിന് എന്നതുപോലെ വന്ന ഒരു പെൺകുട്ടി മനുഷ്യ ബോംബായി പൊട്ടിച്ചിതറിയപ്പോ, നിരവധി കഷ്ണങ്ങളായി രാജീവ് ഗാന്ധി ഇല്ലാതായപ്പോ ആ കുടുംബത്തിന് Z കാറ്റഗറിയിലുള്ള സുരക്ഷയാണ്. ജനപത് 10നുള്ളിലേക്ക് ഒരു ഈച്ച കടക്കണമെങ്കിൽ ഇവരറിയണം. ആരും അറിയാതെ അങ്ങോട്ടൊരു ഈച്ചക്ക് കടക്കാൻ കഴിയില്ല. അത്രയും സുരക്ഷിതമുള്ള ഇടത്തേക്ക് എങ്ങനെ പോറ്റി കയറി? ഇതാ ചോദ്യം. കൂടെ അടൂർ പ്രകാശ് ഉണ്ട്. അപ്പൊ അടൂർ പ്രകാശിനോട് ചോദിച്ചു, പോറ്റിയെ കയറ്റിയത് നിങ്ങളാണല്ലേ? അടൂർ പ്രകാശിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ കയറ്റിയതല്ല, പോറ്റി അവിടെ കയറ്റിയതിനു ശേഷം എന്നെ വിളിച്ചു കയറ്റിയതാണ്. അപ്പൊ അടൂർ പ്രകാശിനെ കയറ്റിയതാരാണ്? പോറ്റി. അടൂർ പ്രകാശ് അല്ല പറഞ്ഞത്, എനിക്കറിയില്ല. അവിടെ എത്തിയ പോറ്റി എന്നെ വിളിച്ചു കയറ്റിയതാണ്. ഇത് നാസർ കൊളായിന്റെ പടായ. നിങ്ങൾക്ക് വേണോ വീഡിയോ? ഞാൻ തരാം. അടൂർ പ്രകാശ് പറയുന്നത് എന്നെ കയറ്റിയതാണ്. ഇല്ലേ? എങ്ങനെ കയറി അവിടെ? നിങ്ങൾ പറ. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ അല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുന്നു. അപ്പോ BRM ഷഫീർ എന്ന് പറയുന്ന ഒരു മരപ്പൊട്ടനുണ്ട്. കാരണം വിഡിത്തം മാത്രമേ പറയുള്ളൂ ചാനൽ ചർച്ചയിൽ വന്നാൽ. അതുകൊണ്ട് ആ വാക്ക് എനിക്ക് പ്രയോഗിക്കേണ്ടി വന്നത്. ഇല്ലേ? അങ്ങനെയുള്ള ചിലരെ നമ്മൾ അങ്ങനെ വിളിച്ചു പോകും. അങ്ങനെയുള്ള ഒരു വിദ്വാൻ വന്നിട്ട് പ്രസംഗിച്ചാൽ എന്താ അറിയോ? മൂപ്പര് ചാനൽ ചർച്ചയിൽ വാശി പിടിച്ചു. എന്താ വാശി? പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് ചികിത്സ ഉണ്ട്. ആ ചികിത്സക്ക് പുറമെ ജപിച്ച നൂല് കെട്ടാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ നിന്ന് പോറ്റിയെ വിളിച്ചത്. ശരി, അടൂർ പ്രകാശ് അത് ആവർത്തിച്ചു. നിങ്ങളെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊട്ടന്മാരെടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളെടുത്ത് പറയണ്ട. പോട്ടെ, തൽക്കാലം ഒരു വാദത്തിന് ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് കയറ്റിയെന്നൊക്കെ.
എന്താ മറ്റോനുണ്ടല്ലോ, എന്തായിരുന്നു അവന്റെ പേര്, സ്വർണം വാങ്ങിയോന്റെ പേര്, ജ്വല്ലറിക്കാരന്റെ പേരെന്തായിരുന്നു, ഗോവർദ്ധൻ. പേരൊന്നും മറന്നു പോരുത്. ഗോവർദ്ധൻ. ഗോവർദ്ധൻ എന്താ അവിടെ കാര്യം? ഗോവർദ്ധൻ എന്താ കാര്യം? ഗോവർദ്ധന് മന്ത്രിച്ചൂരിന് ഏർപ്പാടുണ്ടോ? ഗോവർദ്ധന് ശബരിമലയായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ലാതെ ഗോവർദ്ധൻ എങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തി? നിങ്ങൾ മറുപടി പറയണ്ടേ? അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? സോണിയാഗാന്ധിക്ക് അസുഖം ഉണ്ടേനി, ആ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് വോറ്റിയുടെ അടുത്ത് പോയത്. ഞാൻ ഉടനെ വേറെ ആളുടെ അസുഖം ആലോചിച്ച്. APCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു കെ സുധാകരൻ. സുധാകരന്റെ ഊരന്റെ ഞെട്ടലിന്റെ വേദന മാറ്റാൻ നേരെ പോയത് എങ്ങോട്ടാ? ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിലേക്ക്. ജോൺസൺ മാവുങ്കൽ ഇപ്പൊ എവിടെ ഉണ്ട്? ജയിലിലുണ്ട്. എന്തിനാ ജയിലിൽ കിടക്കുന്നത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്. എന്തായിരുന്നു ജോൺസൺ മാവുങ്കലിന്റെ ഏർപ്പാട്? പുരാവസ്തു വിൽപ്പന. എന്റെ നാട്ടിലുള്ള ഒരു കോടീശ്വരനെ കോടികളാ പറ്റിച്ചത്. ഈ നാട്ടിൽ എത്ര പേര് ഇല്ലേ? ഒറിജിനലും വ്യാജവുമായ നിരവധി പുരാവസ്തുക്കൾ നമ്മൾ അവിടെ കണ്ടു. ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വന്നു. അവിടെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽപ്പനയാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ പറയല്ല, എന്റെ ആരോപമല്ല, എന്റെ ആക്ഷേപമല്ല. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞതിന് ജോൺസൺ മാവുങ്കലും സുധാകരനും തമ്മിലുള്ള ചികിത്സ, സോണിയാഗാന്ധിയെ ചികിത്സിക്കാൻ പോറ്റിപ്പോയ വഴി അതാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ലീഗ്, അറിയോ നിങ്ങൾക്ക് ആ വഴി ഏതാണ്? ജനപത് 10ന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ജയരാജൻ സഖാബ് ഇത്തിരി സൂചിപ്പിച്ചു. കെ കരുണാകരൻ. ആരായിരുന്നു കരുണാകരൻ? കേരളത്തിന്റെ നിരവധി തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, പാർലമെന്റ് മെമ്പർ, കേന്ദ്രമന്ത്രി. നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തീരുമാനിച്ച മനുഷ്യൻ ഇല്ലേ? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ തീരുമാനിക്കാൻ മാത്രം അധികാരത്തിന്റെ ഉന്നതങ്ങളിലിരുന്ന കെ കരുണാകരൻ ഇതേ ജനപത് 10ന്റെ സോണിയാഗാന്ധിയുടെ വീടിന്റെ വാതിലൊന്ന് തുറക്കാൻ, 4 അക്ഷരം പാർട്ടിയുമായി ബന്ധപ്പെട്ടത് സംസാരിക്കാൻ 15 ദിവസമാണ് കേരള ഹൗസിൽ കെട്ടിക്കിടന്നത്. വാതിൽ തുറന്നില്ല. അങ്ങനെ വന്നിട്ടാണ് കരുണാകരൻ കേരളത്തിൽ വന്നിട്ട് DIC ഉണ്ടാക്കിയത്. എന്റെ മുമ്പിൽ ജനപത് 10ന്റെ വാതിൽ തുറന്നില്ല എന്ന് കരുണാകരൻ പറഞ്ഞപ്പോ മദാമ്മ എന്ന് സോണിയാഗാന്ധിയെ വിളിച്ച മുരളീധരൻ അങ്ങനെ DIC ഉണ്ടാക്കിയത് ഇല്ലേ? ആസാമിന്റെ മുഖ്യമന്ത്രി വിശ്വാസ് നിരവധി ദിവസം കാത്തിരുന്നു ഈ ജനപത് 10ന്റെ വാതിലും തുറന്നില്ല. നേരെ തിരിച്ചു വന്ന് BJP കയറി. അത് പിന്നെ കൊരങ്ങനെ ഏണി വെച്ചായി ഒരു കാരണം ഉള്ളൂ. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP ഇല്ലേ? ഗോവയുടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ മുമ്പിൽ ആ വാതിൽ തുറന്നില്ല. എന്റെ വിഷയം അതല്ല. എന്റെ പ്രിയപ്പെട്ട ലീഗ്, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾക്കറിയോ ഈ ജനപത് 10ന്റെ വാതിലിൽ മുട്ടിയ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് സക്കിയ ജഫ്രീന. ആരാ സക്കിയ ജഫ്രീൻ അറിയോ? ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർ ഈസാൻ ജിഫ്രിയുടെ ഭാര്യ. 3000-ലധികം മനുഷ്യരെ RSS കൂട്ടക്കൊല ചെയ്ത ഗുജറാത്ത് വർഗീയ കലാപം അറിയില്ലേ നിങ്ങൾക്ക്? ആ കലാപകാലത്താണ് ഒരു മനുഷ്യൻ കുതുബുദ്ദീൻ അൻസാരി എന്തായിരുന്നു? വെള്ളിയാഴ്ച പള്ളിയിലെ ബാങ്ക് വിളി കേട്ടപ്പോ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയപ്പോ RSSകാരും ബജറംഗ് ദളുകാരും ആർത്തലച്ചു വന്നപ്പോ എന്നെ കൊല്ലരുതേ എന്ന് കെഞ്ചി അപേക്ഷിച്ചപ്പോ റോയിട്ടന്റെ ആർട്ടോ ദത്തെടുത്ത വിശ്വപ്രസിദ്ധമായ ആ ചിത്രം സകല പത്രങ്ങളിലും അച്ചടിച്ചു വന്നു. അത് ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായി. സാന്ദർഭികമായി പറയാണ്, ആ കുതുബുദ്ദീൻ അൻസാരിയെ കൊണ്ടുപോയി തീറ്റിപ്പൊറ്റി 1.5 കൊല്ലം സംരക്ഷിച്ചത് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. ആ കുതുബുദ്ദീൻ അൻസാരി വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കോഴിക്കോട് വന്നു. കോഴിക്കോട് പാരമൗണ്ട് റെസ്റ്റോറന്റിൽ അദ്ദേഹത്തോടൊപ്പം ഉച്ചക്ക് ഊണ് കഴിച്ചു ഞാൻ. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം എന്നറിയോ? എനിക്കൊരാളെ കാണണം. ആരെ കാണണം? ആ കുതുബുദ്ദീൻ അൻസാരി പറഞ്ഞത് പാണക്കാട്ടെ തങ്ങന്മാരെ കാണുന്നല്ല, കേരളത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെയും നേതാക്കന്മാരെ കാണുന്നല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജനെ ഒന്ന് കാണണം. കൊണ്ടുപോയി സഖാക്കളെ ഞങ്ങൾ സന്ധ്യ മയങ്ങുന്ന നേരത്ത് കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് സഖാവ് ജയരാജേട്ടൻ കാത്തിരിക്കുക. ജയരാജേട്ടനെ കണ്ടപ്പോ കുതുബുദ്ദീൻ അൻസാരി അദ്ദേഹത്തോട് ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വലത്തെ കൈയൊന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ സ്വന്തം ഷർട്ടിന്റെ ബട്ടൺ പോലും അഴിക്കാൻ സഖാവ് ജയരാജേട്ടന് കഴിയില്ല. RSSകാര് വെട്ടി മാറ്റിയതാ വലത്തെ കൈ, തുന്നിച്ചേർത്തതാ. ഇടത്തെ കൈയുടെ തള്ളവിരലില്ല. ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണ കൊടുത്തല്ല, RSSകാര് വെട്ടി മാറ്റിയതാ. ഞങ്ങൾ അയച്ചു കൊടുത്തു സഖാവ് ജയരാജേട്ടന്റെ ഷർട്ടിന്റെ ബട്ടൺ. തൂങ്ങിയാടുന്ന ജയരാജേട്ടന്റെ വലത്തെ കൈ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരഞ്ഞു കുതുബുദ്ദീൻ അൻസാരി
ഇല്ലേ? എന്റെ വിഷയതല്ല. ആ ഗുജറാത്ത് കലാപകാലത്ത് RSSും ബജരംഗ് ദളും ഓടിച്ചപ്പോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് മനുഷ്യര് ഒരു ആളുടെ വീട്ടിലേക്ക് ഓടിക്കാരി. ആരുടെ വീടാണ്? ഈസാൻ ജിഫ്രിയുടെ. എന്ത് എവിടെ കൂടിക്കയറാനുള്ള കാരണം? ഈസാൻ ജിഫ്രി ഈസ് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ്. ആള് പാർലമെന്റ് മെമ്പറാണ്. പാർലമെന്റ് മെമ്പറുടെ വീട് ആക്രമിക്കപ്പെടില്ല എന്ന ധൈര്യത്തിൽ ചെന്ന അവരുടെ മുമ്പിൽ അദ്ദേഹം വാതിൽ തുറന്നിട്ട് കൊടുത്തു. ആ വാതിലിനകത്തോടെ 100ഓളം ആളുകൾ അകത്തേക്ക് കയറി. അല്പസമയത്തിനകം RSSും ബജരംഗ് ദളും ഇരച്ചെത്തി. ത്രിശൂലങ്ങളും വാളുകളും ആകാശത്തേക്ക് ഉയർന്നു. കൊലവിളി ഉയർന്നു, ഇല്ലേ? ആ സമയത്ത് ഈസാൻ ജിഫ്രി വിളിച്ചത് എങ്ങോട്ടായിരുന്നു? ഇതേ ജനപത് 10ലേക്ക്. എന്താ കാരണം? ജനപത് 10ലേക്ക് ഈസാൻ ജിഫ്രി പലതവണ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ഈസാൻ ജിഫ്രി. ആ പരിചയത്തിന് വിളിച്ചപ്പോ എന്താ ജനപത് 10 എന്ന് പറഞ്ഞ മറുപടി? ഞങ്ങൾ ഇങ്ങ് ഡൽഹിയിലാണ്, നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങള് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വിളിക്കൂ. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വിളിച്ചു ഈസാൻ ജിഫ്രി. എന്താ കിട്ടിയ മറുപടി എന്നറിയോ? നീ മുസ്ലിമാണ്, നീ അനുഭവിക്കണം. ഇത് നാസിർ കൊളായിയുടെ ബടായിയല്ല. ഈസാൻ ജിഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രിയുടെ പുസ്തകമുണ്ട്, എടുത്ത് വായിക്കണം. മുസ്ലിം ലീഗിന്റെ സ്നേഹിതമാര്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്നേഹിതമാര്, വായിക്കണം നിങ്ങൾ. അതിലാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി നിങ്ങൾക്ക്? ആരാ സാക്കിയ ജഫ്രി? ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മകളെ കൺമുമ്പിലിട്ട് നിരവധി പേര് മാറി മാറി ബലാത്സംഗം ചെയ്ത് അവളുടെ ഗുഹ്യാവയവത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ജീവനോടെ ചുടുമ്പോ അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഉമ്മയുടെ പേരാണ് സാക്കിയ ജഫ്രി. തന്റെ ഭർത്താവിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടത് കാണേണ്ടി വന്ന ഭാര്യയുടെ പേരാണ് സാക്കിയ ജഫ്രി. മറിഞ്ഞു വീണ പരകക്കഷ്ടത്തിന്റെ ഉള്ളിൽ പെട്ടുപോയത് കൊണ്ട് ആരും കാണാതെ രക്ഷപ്പെട്ടു പോയ നിർഭാഗ്യവതിയായ സ്ത്രീ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഗുജറാത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വന്നു. ഇവിടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോർജൻ തോമസ് മത്സരിക്കുമ്പോ, അതുപോലെ തന്നെ ലിൻഡോ ജോസഫ് മത്സരിക്കുമ്പോ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ജോബി ആൻഡ്രൂസിന്റെ ബലികുടീരത്തിലേക്ക്. താമരശ്ശേരിയുടെ തിരുമുറ്റത്ത് MSFകാർ എറിഞ്ഞുകൊന്ന ധീരരക്തസാക്ഷി ജോബി ആൻഡ്രൂസ്. അതുപോലെ തന്നെ മത്തായി ചാക്കോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും നിയമസഭ കാണാതെ മാരകരോഗം പിടിപെട്ട് മരിച്ചുപോയ മത്തായി ചാക്കോയുടെ സ്മൃതിപഥം തിരുവമ്പാടിയുടെ പാർട്ടി ഓഫീസിനകത്ത്. ഈ 2 ബലികുടീരങ്ങളിലും പോകും. മുട്ടിയുരുട്ടും മനസ്സുകൊണ്ട് പറയും, സഖാക്കളെ, ജീവനും ജീവിതവും കൊടുത്ത് നിങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്നാ പറയാ. അങ്ങനെയാ സഖാക്കളെ പ്രതിജ്ഞ ചെയ്യുക. സ്വാഭാവികമായി ഈ ഇന്ത്യ മാത്രമല്ല, ലോകമാകെ ചർച്ച ചെയ്ത ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എവിടെ നിന്ന് തുടങ്ങണം കോൺഗ്രസ്? നിങ്ങൾ അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പാർലമെന്റ് മെമ്പർ. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകണം. പോയോ? ഒരു സോണിയയും പോയില്ല, ഒരു പ്രിയങ്കയും പോയില്ല, ഒരു രാഹുലും പോയില്ല. പിന്നെ എന്ത് ചെയ്തു? രാഹുൽ പരമശിവനായി, എന്നിട്ടോ പ്രിയങ്ക പാർവതിയായി. എന്നിട്ട് പറഞ്ഞു രാമനെ തോൽപ്പിക്കാൻ ശിവപാർവതിമാർ. അല്ലേ? അതാ നിങ്ങൾ പറഞ്ഞത്. എത്ര വട്ടം നീതിക്ക് വേണ്ടി ജനപത് 10ന്റെ വാതിലിൽ മുട്ടി ഈ സാക്കിയ ജഫ്രി തുറന്നോ? ആരാ ഉണ്ടായിരുന്നത്? ആനി രാജയും ബൃന്ദ കാരാട്ടും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവരുടെ കൂടെ നിന്ന് നീതിക്ക് വേണ്ടി പൊരുതി. ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് കണ്ടോ? ഒരു ലീഗുകാരനെ സഹായിക്കാൻ ആ വഴിക്ക് കണ്ടോ? ഇല്ല. എന്നിട്ടാണ് സോണിയാഗാന്ധി പ്രിയങ്ക ഇവിടെ വന്നിട്ട് മത്സരിക്കുക. എവിടെ? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. ഇല്ല, നിങ്ങൾ വയനാടല്ലല്ലോ? അല്ലല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. എന്താ കോൺഗ്രസ് പറഞ്ഞത്? KM ഷാജി പറയണം. KM ഷാജി എന്താ പറഞ്ഞറിയോ? 1947 നമ്മളാരും ജീവിച്ചിരിപ്പില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് 2ാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്. 2ാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്. ഈ സമരം നയിക്കുന്നത് ആരാന്നറിയോ? സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അപ്പോഴാണ് PK ഫിറോസ് വന്നിട്ട് പറയുന്നത്, ഇവരെ നിങ്ങൾക്ക് മനസ്സിലായോ? മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടികളാണ്. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെ എത്തണം ഇവരുടെയൊക്കെ എന്താ പറയാ ഒരു ഉളുപ്പെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്. അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആരാ ഇവർ? എങ്ങനെ ഗാന്ധി എന്നുള്ള പേര് വന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛന്റെ പേര് മോത്തിലാൽ. കാശ്മീരി പണ്ഡിറ്റായിരുന്ന മോത്തിലാലിനെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കൊണ്ടുവന്ന് ആഗ്രയിലെ തോട്ടിൻകരയിൽ സ്ഥലവും വീടും കൊടുത്ത് താമസിപ്പിച്ചു. ഉറുദുവിൽ തോടിന് നെഹർ എന്നാ പറയാ. തോട്ടിൻകരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നെഹ്റു എന്ന് വീട്ടുപേര് വന്നു.
നാസിർ കൊളായിൽ എന്റെ വീട്ടുപേരാ, അത് ലോപിച്ച കൊളായി ആയത് പറഞ്ഞു വരുന്നത്. ഞാനും നെഹ്റു ഒക്കെ വീട്ടുപേരിൽ അറിയപ്പെടുന്നവരാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് കാശ്മീരി പണ്ഡിറ്റ് ജാതി പേര്, ജവഹർലാൽ പേര്, നെഹ്റു വീട്ടുപേര്. ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു കോളേജിനടുത്ത് വെച്ച് ബ്രിട്ടീഷ് പോലീസുകാർ അവരെ അടിച്ചു വീഴ്ത്തുന്നു. ആ കോളേജിന്റെ മതിലിലിരുന്ന 6 അടിയിൽ ഉയരമുള്ള ചെറുപ്പക്കാരൻ ചാടി വീഴുന്നു. ബ്രിട്ടീഷ് പോലീസുകാരെ തള്ളി മാറ്റി കമലാ നെഹ്റുവിനെ രക്ഷിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് ഫിറോസ് ഗാന്ധി, പാർസിയായ ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി, നോട്ട് ഗാന്ധി. അങ്ങനെ നെഹ്റു കുടുംബമായിട്ടുള്ള ബന്ധം. അവസാനം കമലാ നെഹ്റുവിന് അസുഖം വന്നു. ലണ്ടനിലേക്ക് അയച്ചു നെഹ്റു. കൂടെ മകൾ ഇന്ദിരയും അയച്ചു. അന്ന് ലണ്ടനിൽ വിദേശ പര്യടനത്തിന് പഠനത്തിന് വേണ്ടി പോയിരുന്ന ജഹാംഗീർ, ഈ ഫിറോസ് ഗാന്ധി കമലയെ സന്ദർശിക്കാൻ വരും. അവിടെ വെച്ച് ഇന്ദിരയെ കണ്ടു. അവർ തമ്മിൽ പ്രണയത്തിലായി. നെഹ്റുവിന്റെ ചെറിയ എതിർപ്പുണ്ടായിട്ടും ഗാന്ധി ഇടപെട്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇന്ദിര ഗാന്ധിയായി, ഗാന്ധിയപ്പ ഗാന്ധിയായി. എനിക്കറിഞ്ഞൂടാ. 2 മക്കളുണ്ടായി. ഒന്ന് സഞ്ജയ് ഗാന്ധി, ഒന്ന് രാജീവ് ഗാന്ധി. ആരാ സഞ്ജയ് ഗാന്ധി? ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് സഞ്ജയ് ഗാന്ധി അറിയില്ലെങ്കിൽ, ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെയും കൊണ്ട് നടക്കുന്ന ലീഗുകാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ വരാം. ഇരുട്ടുമുറിയിലെ വിഷബോംബ്, ദാവൂദിന്റെ പ്രസംഗം ഇതിലുണ്ട്. എന്താ ദാവൂദ് അടക്കം പ്രസംഗിച്ചത്? ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റ്, ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിന് ചുറ്റും കുടിലുകൾ കെട്ടി താമസിച്ചിരുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ അടിയന്തരാവസ്ഥ കാലത്ത് ബുൾഡോസർ ഇറക്കി അവരുടെ വീടുകളെ തകർത്ത് ഈ ബുൾഡോസറിനടിയിലും വെടിവെപ്പിലും പെട്ട് 100-ലധികം ആളുകൾ മരിച്ചു. ഇല്ലേ? അന്ന് ലീഗ് ഈ നാട്ടിൽ പ്രസംഗിച്ചെന്താ അറിയോ? ഡൽഹി ഇമാം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഡൽഹി ഇമാം ഒരു ഇമാമേ അല്ല. നമ്മുടെ നാട്ടിലെ പള്ളി ഇമാമുകളില്ലേ കോയിനറക്കുന്ന, അതുപോലത്തെ ഒരു ഇമാമാണ് ഡൽഹി ഇമാം. അന്ന് ലീഗ് പറഞ്ഞതാ ഈ നാട്ടില്. ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ബാംഗ്ലൂരിന്റെ മണ്ണിൽ, ബാംഗ്ലൂരിന്റെ മടിത്തട്ടിൽ ഈ തണുപ്പ് കാലത്ത് അവിടെ 300ഓളം വീടുകളെ ബുൾഡോസർ ഇടിച്ച് നിരത്തി. 80% മുസ്ലിങ്ങൾ, 20% ദളിതർ. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യർ. കൊടും തണുപ്പില് അവരെ പുറത്തിറക്കി. അപ്പോഴല്ലേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഇത് UP-യിലെ ബുൾഡോസർ അല്ല, യോഗിയുടെ ബുൾഡോസർ അല്ല, ഇത് ബാംഗ്ലൂരിലെ ബുൾഡോസറാണ്. എന്താ വ്യത്യാസം? മറ്റത് ഇരുമ്പിന്റെ ചക്രം, ഇതോ പരുത്തിന്റെ ചക്രം. എങ്ങനെയുണ്ട്? പരുത്തിന്റെ ചക്രേ. യോഗിയുടെ ബുൾഡോസർ അല്ല, ബാംഗ്ലൂരിലെ ബുൾഡോസർ. റഹീം വന്നു, ഞങ്ങളുടെ പാർലമെന്റ് മെമ്പർ റഹീം വന്നു. റഹീമിനെ കണ്ടപ്പോ പത്രക്കാർ കൂടി, ദേശീയ മാധ്യമങ്ങൾ വന്നു, KT ജലീൽ MLA വന്നു. അവിടെ കുടിയേറ്റപ്പെട്ട മനുഷ്യരെ അവരുടെ റേഷൻ കാർഡ് കാണിച്ചു, അവരുടെ ആധാർ കാർഡ് കാണിച്ചു. ഇതാ ഞങ്ങളുടെ റേഷൻ കാർഡായത്, ഞങ്ങളുടെ ആധാർ കാർഡാ. എന്താ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്? അവർ അനധികൃത കുടിയേറ്റക്കാരാണ്. ബാംഗ്ലൂരിന്റെ വികസനത്തിന് വേണ്ടി കുടിയേറിയാൻ പലതവണ പറഞ്ഞു, അവർ കേട്ടില്ല. അതുകൊണ്ടാണ് ഫലമായി ഒഴിപ്പിച്ചത്. പിന്നെ എങ്ങനെ റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഈ അഡ്രസ് വന്നു? ഇത് പത്രക്കാരോട് വിശദീകരിക്കുമ്പോ റഹീമിന്റെ ഇംഗ്ലീഷ് ശരിയായില്ല, ഗ്രാമർ തെറ്റാന്ന് പറഞ്ഞു. റഹീമിന്റെ ഇംഗ്ലീഷ്, എന്റെ പ്രിയപ്പെട്ട ലീഗ് കോൺഗ്രസ് ബാബരി മസ്ജിദ് തകർക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP അല്ല, നരസിംഹറാവു. 18 ഭാഷ അറിയായിരുന്നു, 18 ഭാഷ. ഹംസാക്ക പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നോ പറഞ്ഞോ എന്ന് പറഞ്ഞോ? ഭാഷയുടെ ക്ലാരിറ്റി അല്ല, പറയുന്ന വിഷയമാണ്. ഇല്ലേ? നിങ്ങൾ എന്തിനാ പറഞ്ഞത്? വികസനത്തിൽ നിങ്ങൾ വാ. കല്ലുത്താങ്കട പറയോ? കോഴിക്കോട് കോംട്രസ്റ്റ് ആശുപത്രി ഉണ്ടോ നിങ്ങൾ കണ്ണിന്റെ? നമ്മുടെ തൃശ്ശൂരിലേക്കും പാലക്കാട്ടേക്കും ഒക്കെ ഉള്ള ബസ് പോകുമ്പോ കനോലി കനാല് കിടക്കുമ്പോ ഇടത്തെ ഭാഗത്തുള്ളത് കോംട്രസ്റ്റ് ഹോസ്പിറ്റൽ. അതിന്റെ വലത്ത് ഭാഗത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ 2016-ൽ നിങ്ങൾ അവിടെ നോക്കുമ്പോ അവിടെ 100ഓളം വരുന്ന ഷെഡുകൾ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കൊണ്ട്, താർപ്പായ കൊണ്ട് ഷീറ്റ് വലിച്ചു കെട്ടിയ 100ഓളം ഷെഡുകളിൽ മനുഷ്യര് ചേരിയിൽ താമസിച്ചിരുന്നു. അവിടെ കല്ലുത്താങ്കടവില്. ഇപ്പൊ നിങ്ങൾ പോയി നോക്ക്, ഇടത്തോട്ട് നോക്ക്, ബസ്സിന് പോകുമ്പോ അവിടെ കോളനിയില്ല, മറിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് അങ്ങോട്ട് മാറ്റി. ഈ അടുത്ത് വിവാദം ഉണ്ടായിരുന്നു, പാളയം പച്ചക്കറി മാർക്കറ്റ്. എങ്ങനെയാ മാറ്റിയത്? അവിടെ ഉള്ളത് കുടിയേൽപ്പിച്ചാണോ? പോയി നോക്ക്. ആ പച്ചക്കറി മാർക്കറ്റിനിപ്പുറം 5 നിലയിൽ 5 ഫ്ലാറ്റുകൾ. ഈ മനുഷ്യരെ ഈ ചെളിയിലും അതുപോലെ തന്നെ ചോർച്ചയിലും ജീവിച്ചിരുന്ന മനുഷ്യരെ ഈ ഫ്ലാറ്റുകളിൽ സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി അവിടേക്ക് മാറ്റി താമസിപ്പിച്ച് അതിനുശേഷം പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാക്കി അങ്ങനെ കുടിയേൽപ്പിക്കുക. എന്നിട്ട് ബാംഗ്ലൂരിലെ ന്യായം പറഞ്ഞവർ, ഞാൻ മാറിപ്പോവും, സഞ്ജയ് ഗാന്ധി എന്റെ വിഷയം. ആ സഞ്ജയ് ഗാന്ധി കൂട്ടക്കൊല നടത്തിയ 15 വയസ്സുള്ള ആൺകുട്ടികൾ മുതൽ 70 വയസ്സുള്ള വൃദ്ധരെ വരെ പിടിച്ചു കൊണ്ടുപോയി നിർബന്ധ വന്ധീകരണം നടത്തിയ മനുഷ്യൻ സഞ്ജയ് ഗാന്ധി.
ആ സഞ്ജയ് ഗാന്ധി കല്യാണം കഴിച്ചു. ആര്? മനേക ഗാന്ധിയായി. ആരാ മനേക ഗാന്ധി? ഞാൻ പറയണോ? നിങ്ങളെ തെരുവിലിറങ്ങുമ്പോ തെരുവ് പട്ടിയെ കാണുമ്പോ മനേക ഗാന്ധി ഓർമ്മ വരും. എന്താ കാരണം? മനുഷ്യനെ കടിച്ച് കൊന്നാലും വേണ്ടില്ല, പട്ടിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ മനേക ഗാന്ധി. ആ മനേക ഗാന്ധിക്ക് ഒരു മകനുണ്ട്. മകന്റെ പേര് വരുൺ ഗാന്ധി. ഇവര് രണ്ടാളും ആരാന്നറിയോ? കോൺഗ്രസിനും ലീഗിനും സർപ്പം പോലത്തെ BJP. നിങ്ങൾ നെഹ്റു കുടുംബത്തിന്റെ പോലീസ് ഞങ്ങളോട് പറയണ്ട. നെഹ്റു കുടുംബത്തിന്റെ നേരെ പകുതി BJP. കേരളത്തിൽ കോൺഗ്രസുകാരനായ അവസാന വാക്കായിരുന്ന കരുണാകരന്റെ മകൾ പത്മജ BJP. ആന്റണിയുടെ മകൻ എന്താണ്? അനിൽ ആന്റണി. നിങ്ങൾ കേട്ടില്ലേ? എലിസബത്ത് പറഞ്ഞു. എലിസബത്ത് മനസ്സിലായില്ലേ? ആന്റണിയുടെ ഭാര്യ. അവര് ദൈവത്തിന്റെ അടുത്ത് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവം മരുളപ്പാടുമായി വരുന്നു. മകളെ, നിന്റെ മകൻ അനിൽ ആന്റണിയെ നീ BJP-യിൽ ചേർത്തു. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ഉയർച്ചകൾ അവനെ കാത്തിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ മകനെ BJP ആക്കിയത്. ആര്? അനിൽ ആന്റണി. ആന്റണിന്റെ ഭാര്യ അല്ലേ? ഒരക്ഷരം മിണ്ടിയ ആന്റണി അല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സഞ്ജയ് ഗാന്ധിയുടെ കുടുംബം നേർപകുതി BJP. രണ്ടാമത്തെ രാജീവ് ഗാന്ധി സോണിയെ കല്യാണം കഴിച്ചു. സോണിയ ഗാന്ധിയായി. 2 മക്കളുണ്ടായി. ഒന്ന് രാഹുൽ ഗാന്ധി, ഒന്ന് പ്രിയങ്ക. ആര് കല്യാണം കഴിച്ചു? റോബർട്ട് വധേര അറിയോ? കോൺഗ്രസും ലീഗിനും അല്ലേ? ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 170 കോടി സംഭാവന ചെയ്ത മഹാൻ. 170 കോടി സംഭാവന ചെയ്ത BJP-ക്ക് 1925 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ് RSS. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്ത്യയെ 100 കൊല്ലം കൊണ്ട് ഹിന്ദു രാജ്യമാക്കും എന്നാ പറഞ്ഞത്. 1925 കൂട്ടം 100. 2025 ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ BJP-ക്ക് ഭൂരിപക്ഷം കിട്ടണം. അങ്ങനെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ കോടികൾ വലിച്ചെറിയണം. അതിനാ 170 കോടി. ഇനി അഥവാ BJP ജയിച്ചു വന്നിട്ടില്ലെങ്കിൽ ജയിച്ച കോൺഗ്രസിനെ പിടിച്ചിട്ട് BJP ആക്കണം അല്ലേ? എന്റെ പ്രിയപ്പെട്ട ലീഗ്, കോൺഗ്രസ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ BJP-ക്ക് ബദൽ കോൺഗ്രസ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പില് നിങ്ങൾ നിർബന്ധിച്ച് വാങ്ങിയ സീറ്റ് എത്രയറിയോ? കോൺഗ്രസ് 60 സീറ്റ്. ജയിച്ചത് എത്ര സീറ്റിലറിയോ? 6 സീറ്റില്. ആ ജയിച്ച MLA-മാരെന്ന് എവിടെ ഉണ്ടെന്നറിയോ? BJP-യില്. ഇനി ബീഹാറിൽ കോൺഗ്രസിന്, ഇവിടെ എവിടെയെങ്കിലുള്ള കോൺഗ്രസുകാർക്ക് ബീഹാറിന്റെ നിയമസഭയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിന്റെ കത്തും വാങ്ങി പോയിക്കോ. എന്ത് വന്നാലും കാലുമാറാത്ത ആണായ ഒരുത്തരുണ്ട് അവിടെ. CPM-ന്റെ MLA ബീഹാറിൽ. ജയിച്ചോൻ ജയിച്ചായിട്ട് അവിടെ നിൽക്കുക. നിങ്ങൾ ആരോ മാറിപ്പോയി. എവിടുന്നാ പൈസ? ഇയാൾ കൊടുക്കാണ്. റോബർട്ട് വധേരയെ പോലുള്ളവര് 170 കോടി രൂപ സംഭാവന ചെയ്ത മഹാൻ. എന്നിട്ട് ആ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര, അവരാണ് വണ്ടി ഓടിച്ചു വരുന്നത്. 47 ഇത് കഴിഞ്ഞ് പുതിയ കേറിക്കോളി ലാസ്റ്റ് ബസ്സാണ്. BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അവസാന ബസ്. നീ വേറെ ബസ് വരാനില്ല. ലീഗ് കയറി, ജമാഅത്ത് കയറി, SDPI-ക്കാർ കയറി. SDPI-ക്കാർക്ക് ഭയങ്കര കയറ്റാണല്ലോ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്ത് ജയിച്ചപ്പോ SDPI-ന്റെ ജാഥ അങ്ങട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് അഭിവാദ്യമായിട്ട് ജാഥ അങ്ങോട്ട് പോട്ടെ. എവിടേക്ക്? ജയിലിലേക്ക്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചല്ലോ. പാലക്കാട് രാഹുൽ ജയിച്ചപ്പോ നേരെ CPM-ന്റെ ഓഫീസിലേക്കാണല്ലോ SDPI-ന്റെ ജാഥ. അങ്ങോട്ട് വിട്ടോളി. അഭിവാദ്യം 4 അങ്ങ് കൊടുത്തേക്ക്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. മനസ്സിലായ നിങ്ങൾക്ക്? അവരൊക്കെ കയറി ഈ പെരുന്നുണ കേട്ട് SIR-നെ പോലെയുള്ള നുണപ്രചരണം അന്നും ഉണ്ടായപ്പോ ചില പാവപ്പെട്ട മുസ്ലിങ്ങളും വിശ്വസിച്ചതീ കയറി. ഇതിനെക്കുറിച്ച് വിജയരാഘവൻ ഒന്ന് പറഞ്ഞു. വർഗീയത പ്രചരിപ്പിച്ചിട്ടാണ് പ്രിയങ്ക ജയിപ്പിച്ചത്, മുസ്ലിം വർഗീയത. അപ്പോഴേക്കും വിജയരാഘവനെ വർഗീയവാദിയാക്കി. പറഞ്ഞ വാചകങ്ങൾക്കിടയിൽ തപ്പുക. ഞാനിപ്പോഴും ആലോചിക്കും, നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ഭീമപുത്രൻ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടു. സ്വന്തം മകൻ കൊല്ലപ്പെട്ടപ്പോ ഭീമൻ ഇങ്ങനെ കുണ്ഠിതപ്പെട്ട് നിൽക്കാൻ, ദുഃഖിച്ചിരിക്കാൻ. അപ്പൊ ഭീമനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാചകമുണ്ട്, കുണ്ഠിതപ്പെടാതെടോ ഭീമ. അതൊന്ന് നിർത്തി പറഞ്ഞു നോക്കി, വൃത്തികേടാവും. എന്നതുപോലെ വിജയരാഘവൻ പറഞ്ഞതിന്റെ ഇടയിൽ കൂടി കേട്ടിട്ട് വിജയരാഘവൻ വർഗീയത എന്നാ പറഞ്ഞത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയങ്ക ഗാന്ധി BJP-ക്കെതിരെ നമ്മുടെ അവസാനത്തെ ആയുധം, BJP-ക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ പോരാടാൻ പ്രിയങ്ക ബാബരി മസ്ജിദ് തകർന്നിടത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോ വിതുമ്പിക്കരഞ്ഞ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയോ? പ്രിയങ്ക റോബർട്ട് വധേര. ലീഗുകാർക്ക് സന്തോഷായി, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് സന്തോഷായി, SDPI-ക്കാർക്ക് സന്തോഷായി. എന്താ കാരണം?
ബാബരി മസ്ജിദ് തകർന്നിടത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോ പ്രിയങ്ക വിതുമ്പി കരഞ്ഞല്ലോ. എന്തിനാ കരഞ്ഞെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എന്തിനാ കരഞ്ഞെന്ന് മനസ്സിലായിനോ? ഇതിലുണ്ട് ഇതൊക്കെ ഈ കോല് കുത്തിയിട്ട് ശരിയാവാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരും. എന്താ പറഞ്ഞേ പ്രിയങ്ക കരയാനുള്ള കാരണം? എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. ഇതിലുണ്ട് ദ ഇന്ത്യൻ എക്സ്പ്രസിൽ, ദ ഹിന്ദുവിൽ പത്രവാർത്തയില്ല, പ്രിയങ്ക നേരിട്ട് പറയുന്നു എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. ആണോ? ഞാൻ ഇവിടെ കൊടുക്കും വീഡിയോ, ഇവിടെ കൊടുക്കും പത്രത്തിന്റെ കോപ്പി, കൊടുത്തിട്ടേ നാസർ കൊളായി പോവും. നിങ്ങൾ പറ ഈ നാട്ടില്, നാളെ മൈക്ക് കെട്ടി പറ എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ആണോ? നിങ്ങൾ പറ. എന്നിട്ട് എന്താ കൊടുത്തേ? രാമക്ഷേത്രത്തിന് എന്താ കൊടുത്ത്? പ്രിയങ്കയുടെ വക പ്രത്യേകം പൂജിച്ച വെള്ളി ഇഷ്ടിക. ഇത് കണ്ടിട്ടല്ലേ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി കമൽനാഥ് 11 വെള്ളി ഇഷ്ടിക 1 ലക്ഷം രൂപ. ഇത് കണ്ടിട്ടല്ലേ ദിഗ്വിജയ് സിംഗ് 15 വെള്ളി ഇഷ്ടിക 2 ലക്ഷം രൂപ. അല്ലേ? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ആ വിധി വന്ന ദിവസം ഓർക്കുന്നോ? എന്നെ കേൾക്കുന്നവര്, എന്താ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞു ബാബരി മസ്ജിദ് കമ്മിറ്റിയുടെ വാദമെല്ലാം ശരിയാണ്, അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുമില്ല, അത് പൂർണ്ണമായി ബാബരി മസ്ജിദ് കമ്മിറ്റിക്ക് അവകാശപ്പെട്ടതാണ്. ഇത്രയും പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് ശ്വാസം വിട്ട്. അടുത്ത വരി എന്താ അറിയോ? അങ്ങനെയാണെങ്കിലും അവിടെ പള്ളി ഉണ്ടാക്കാൻ പറ്റൂല, പള്ളി വേറെ സ്ഥലത്ത് ഉണ്ടാക്കുക, ഇവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുക. അന്നൊരു ആൺകുട്ടി എണീറ്റിന്ന് സുപ്രീം കോടതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കട്ടകാലത്ത് ഇതുപോലെ ദുഷിച്ച വിധികൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതൊരു കോടതി അലക്ഷ്യമാകുമെങ്കിൽ പോലും അങ്ങനെ അന്തസ്സായി പറഞ്ഞ ഒരുത്തന്റെ പേരാണ് സഖാവ് എം സ്വരാജ്, കമ്മ്യൂണിസ്റ്റുകാരൻ. എന്താ തങ്ങൾ പറഞ്ഞ്? ഇതിലുണ്ട് വീഡിയോ, ഇവിടെ കൊടുത്തിട്ട് നാസർ കൊളായി പോകും. തങ്ങളോട് ചോദിച്ചു എന്താ ബാബരി മസ്ജിദിനെ കുറിച്ച് അഭിപ്രായം? ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം. രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോഴേ ബഹുമാനായ സാദിഖ് അലി തങ്ങളോട് ചോദിച്ച ചോദ്യം ഉത്തരം ഇതിലുണ്ട്. എന്താ പറഞ്ഞ്? രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാകുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇല്ലേ? അത് ലീഗ് അംഗീകരിച്ചാൽ മതി, ഞങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കണ്ട. ഇല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ചെറുവത്തൂരിൽ തോറ്റ് ലീഗ് അവിടെ അധികാരത്തിൽ വന്നു. രാത്രിയിൽ ചെറുവത്തൂരിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിളിച്ച് നിലവിളിച്ചതിലുണ്ട് നിലവിളി. എന്താ പറഞ്ഞ്? വണ്ടിയേരിയോ എന്തിനാ? പള്ളി പൊളിക്കാണ്. ആര്? കമ്മ്യൂണിസ്റ്റുകാര്. പള്ളി കമ്മിറ്റി ഉടനെ സൗണ്ട് ഇട്ടു. അവര് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയും ആക്രമിച്ചിട്ടില്ല, ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചു പറയുന്ന കേട്ട് നാട്ടിലാരും വരണ്ട. എന്തിനാണ്? കലാപണ്ടാക്കാനേ. പള്ളി പൊളിച്ചത് RSS ആണ്. ബാബരി മസ്ജിദ് പൊളിക്കാത്ത പള്ളി പൊളിച്ചെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞത് മുസ്ലിം ലീഗാണ് ഈ നാട്ടില്. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. രാമക്ഷേത്രം തകർത്തെടുത്ത് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കഥ? നമ്മുടെ നാട്ടിൽ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത് ആരാണ്? സന്യാസി വര്യന്മാർ. മുസ്ലിം പള്ളികൾക്ക് തറക്കല്ലിടുന്ന ആരാണ്? ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അല്ലെങ്കിൽ മഹാനായ ജിഫ്രി തങ്ങൾ, കോട്ടയം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബാണക്കാട് തങ്ങൾ. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളിക്ക് തറക്കല്ലിടുന്ന ആരാണ്? കർദിനാൾമാര്, ബിഷപ്പുമാര്. എന്നാൽ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ തറക്കല്ലിടുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏതാണ് ഈ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. എന്താണ് ഇന്ത്യയുടെ ഭരണഘടന? ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും തുല്യ അവകാശമുള്ള ഭരണഘടന. എവിടെ വെച്ചിട്ടാ സത്യപ്രതിജ്ഞ? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ച്. എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. ആ ശ്രീകോവിലി അടുത്ത കാലത്ത് ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. സ്വാഭാവികമായി അതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കണം? ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പൊ ആരാണ്? ദ്രൗപദി മുർമു. അവരെ വിളിച്ചില്ല. എന്താ കാരണം? 3 കാരണമുണ്ട്. 1, അവര് പട്ടികവർഗക്കാരിയാണ്. 2, അവര് വിധവയാണ്. 3, അവര് സ്ത്രീയാണ്. 3 ലക്ഷണക്കേടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ നമ്മുടെ പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ ദിവസം ആരാ അതിനകത്തുള്ളത്? നഗ്ന സന്യാസിമാർ. പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് നഗ്ന സന്യാസിമാർ. അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യന്റെ പ്രധാനമന്ത്രി തലകുത്തനെ കുലതത്തനെ. എങ്ങനെയുണ്ട്? ഇല്ലേ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നു. ആരാ എന്ന് സെക്രട്ടറി എന്നറിയോ? സീതാറാം യെച്ചൂരി. കത്തുമായി വന്നവരോട് യെച്ചൂരി ചോദിച്ചു എന്താ കത്ത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണക്കത്താണ്. പോവണ്ട, മറുപടി ഇപ്പൊ തരാ. എന്താ കാരണം? അതിന് PB കൂടണ്ട, അതിന് ബ്രാഞ്ച് കൂടണ്ട. ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം? വരുകില്ല. അതെന്റെ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രോത്സവത്തിന് പോവാറില്ലേ? ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിവരാത്രി നടക്കുന്നത് മുക്കം തൃക്കടമണ്ണ ക്ഷേത്രത്തിലാ.
വർഷങ്ങളായി ആ ക്ഷേത്ര കമ്മിറ്റി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. നമ്മളെ നാട്ടിൽ എത്ര ക്ഷേത്ര കമ്മിറ്റികൾ? എന്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിയിലെ അംഗമാണ് എന്റെ ബ്രാഞ്ച് മെമ്പർ AP മുജീബ്, ഇല്ലേ? നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിയിലും അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ കമ്മിറ്റിയിലും ഒക്കെ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്? ഞങ്ങൾ എന്താ ക്ഷേത്രോത്സവത്തിന് ഇതിന് പോകാതിരുന്നത്? ഒരു മതസ്ഥന്റെ ആരാധനാലയം തകർത്ത് ഇതര മതസ്ഥന്റെ ആരാധനാലയം ഉണ്ടാക്കുന്നത് മതേതരത്വത്തിന്റെ തകർച്ചയാണ്. ഞങ്ങൾ വരികില്ല എന്ന് പറഞ്ഞു. കത്തുമായി വന്നവൻ BJP ആഫീസിലേക്കല്ല പോയത്. പോകുന്ന വഴിക്ക് വേറൊരു ആഫീസുണ്ട്, അവിടെ ക്ഷണക്കത്ത് കൊടുക്കണം. ഏതാണ് ആഫീസ്? AICC ആഫീസ്, കോൺഗ്രസിന്റെ ആഫീസ്. അവിടെ കത്ത് കൊടുത്തു. കോൺഗ്രസ് കത്ത് കിട്ടിയപ്പോ പ്രത്യേക യോഗം ചേർന്നു. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. പോണ്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ എന്താ? പോവണ്ട എന്ന് മൃദുവായി തീരുമാനിച്ചു. എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി. കേരളം ഒഴിച്ചുള്ള സകല സംസ്ഥാനങ്ങളിലെയും PCC പ്രസിഡന്റുമാരും AICC മെമ്പർമാരും പോയി. ഓട്ടെ, ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം പിന്നെ BJP ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു അവധി പ്രഖ്യാപിച്ചു. സ്വാഭാവികം. ഒറ്റ ചോദ്യം, കോൺഗ്രസ് ഭരിച്ച ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് എന്തിനാ പൊതു അവധി പ്രഖ്യാപിച്ചത്? നാളെ ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി പറ ലീഗും കോൺഗ്രസും. നിങ്ങളാണല്ലോ പറഞ്ഞത് BJPക്ക് ബദൽ കോൺഗ്രസ് എന്ന് ഈ നാട്ടിൽ പറഞ്ഞത് നിങ്ങളാ. അതുകൊണ്ടാ ചോദ്യം. നമ്മൾ ഈ ക്ഷേത്രോത്സവത്തിനൊന്നും, നമ്മൾ ഈ ബാബരി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോവാതിരുന്നപ്പോ കോൺഗ്രസിന്റെ എന്റെ പഴയ മുരളീധരൻ അടക്കം ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? എന്തേ മതമില്ലാത്ത? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അല്ലേ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ലീഗ്? അതുകൊണ്ട് കാറൽ മാർക്സിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓലെ പിന്നെ ഭൗതികവാദികളാണ്, ഓലെ കൂട്ടാൻ പറ്റൂല. നിങ്ങളെപ്പരം 3 മുന്തിയ ചരക്കുകളുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി RMP, പിന്നെ RSP. ഇതൊക്കെ ആരുതാ? ഇതൊക്കെ മാർക്സിന്റെ ആണ്. എന്തേ നിങ്ങൾ അവരെ കൂട്ടുന്നത്? അവർക്ക് എന്താ ദൈവവിശ്വാസം ഉണ്ട്? അപ്പൊ പറയാണ് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. നിങ്ങളൊന്ന് കാണിച്ചു തരും, എവിടെയാ പറഞ്ഞു? എന്താ മാർക്സ് പറഞ്ഞിട്ടുള്ളത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം, മർദ്ദിതന്റെ നിശ്വാസമാണ് മതം, ആ മതം കറുപ്പുമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പിയം. എവിടെ മനുഷ്യനെ മയക്കുന്ന പറഞ്ഞ്? ആ കാലഘട്ടത്തിൽ വേദനാ സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. ഇവിടെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, പ്രസവിച്ചവരുണ്ടാവും, പ്രസവിക്കാത്തവരുണ്ടാവും. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്കൊരു ടോണിക്ക് കൊണ്ടു തന്നില്ല. എന്തിനാ ടോണിക്ക് കൊണ്ടു തന്ന്? പ്രസവ സമയത്ത് ഒരുപാട് രക്തം പോയിട്ടുണ്ട്, അതുകൊണ്ട് ശരീരത്തിന് രക്തം ഉണ്ടാവാൻ, ക്ഷീണം മാറ്റാൻ അതിനാ ടോണിക്ക് വന്ന്. ഇപ്പൊ പ്രസവിച്ച സ്ത്രീകൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാർ കൊണ്ടു തന്ന ടോണിക് ഉണ്ടെങ്കിൽ ആ കുപ്പി എടുത്തിട്ട് അതിന്റെ പുറത്ത് നോക്കുക. അതിന്റെ പുറത്ത് അതിന്റെ കണ്ടന്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ടോണിക്കിലുള്ള ചേരുവ. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 18% മുതൽ 20% വരെ ആ ടോണിക്കിൽ ബ്രാൻഡി ഉണ്ടാവും. എന്തിനാ ബ്രാൻഡി? ശരീരത്തിൽ ചോരണ്ടാൻ. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്തു? ഓന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചപ്പോ ഒരു കുപ്പി ബ്രാൻഡി വാങ്ങിക്കൊടുത്തു. ഓക്ക് പിരാന്തായി. ആ പിരാന്തിന്റെ പേരാണ് RSS, ആ പിരാന്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി, ആ പിരാന്തിന്റെ പേരാണ് കാസ കൂസ. മനസ്സിലായ? മതം വേറെ, മതവർഗീയത വേറെ. ഇത് രണ്ടും രണ്ടാ. മനസ്സിലായ നിങ്ങൾക്ക്? എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് പിന്നെ ഇയാളുടെ ചോദ്യം എന്താ? ചോദ്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, അങ്ങയോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങയുടെ വന്ദ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, ഈ ഭൂമി മലയാളം ആമ്പലം മറിഞ്ഞാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂർ. കേട്ടില്ല ഞങ്ങള്? ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. അല്ലേ? ഞാനിപ്പോ നീട്ടിപ്പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. കരുണാകരന് മുരളീധരന് യേശുദാസിന് പോവാ, പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റൂല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. ഇതര മതസ്ഥന് അവിടെ പ്രവേശനമില്ല. ഒരു കാലത്ത് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് പോയി. അവരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇല്ലേ? എന്താ കാരണം? താണജാതിക്കാരന് പ്രവേശനമില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അവനെക്കാളും താന്നവർക്ക് പ്രവേശനമില്ല. ബ്രാഹ്മണന് മാത്രം. ഇന്ന് പോയി നോക്ക്. അല്ലേ? പോയിട്ടുണ്ടാവില്ല. ഇവിടെ ഗുരുവായൂർ പോയരില്ലേ? കല്യാണത്തിനും ദൈവത്തെ കാണാനൊക്കെ പോയരില്ലേ? അവിടെ പോയാൽ എല്ലാ ഹിന്ദുവിനും കയറാം. എങ്ങനെ കയറിയ? RSSകാർ വടി കുത്തി പിടിച്ച് കയറിപ്പോരെന്ന് പറഞ്ഞാ
സന്യാസി വര്യന്മാര് മാടി മാടി വിളിച്ചതാ? അല്ല, വലിയ സമരം നടന്നു അവിടെ. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേരാണ് സഖാബ് AKG. അന്നാണ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളന്റെ നടപ്പറ അടിച്ചിട്ട് കടപ്പറാക്കി. അന്നാ കൃഷ്ണപിള്ള പറഞ്ഞത്, ഊശിയിലുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് പുറമടിക്കും. ഇല്ലേ? AKG നിരാഹാരം കിടക്കുക. AKGന്റെ ഭാര്യന്റെ പേരെന്താ സഖാവേ? AKGന്റെ ഭാര്യന്റെ പേര് സുശീല ഗോപാലൻ. ഉത്തരം ശരിയാണ്, പക്ഷെ ഞാനൊന്ന് തിരുത്താണ്. എന്താ തിരുത്താൻ കാരണം അറിയോ? സുശീല AKGയുടെ രണ്ടാമത്തെ ഭാര്യയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ AKG കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാണ്. AKG നിരാഹാരം കിടക്കുമ്പോ അമ്മാവൻ, ഭാര്യാപിതാവ് അമ്മോശൻ കാക്ക എന്നിട്ട് മരുവനോട് പറഞ്ഞു, എണീക്ക് എണീക്ക് എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട ചെറുമനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. അന്ന് AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിൽ എഴുതി വീടിന്റെ അമ്മാരത്ത് തൂക്കി വെക്കണം. എന്താ പറഞ്ഞെന്നറിയാം മൂപ്പര്? AKG പറഞ്ഞത്, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല മനുഷ്യർക്കും തുല്യാവകാശമാണ്. അമ്മോശക്കാക്ക് മനസ്സിലായി ചെക്കൻ ശരിയാവില്ല. നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. സഖാവ് AKGക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് മുരളീധര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഈ നാട്ടില് ദൈവവിശ്വാസിക്ക് അമ്പലത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ആരാ ഈ നാട്ടിലിപ്പോ? സഖാവ് MP ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ 2 പള്ളിയിലെ ബാങ്ക് വിളിയായിരുന്നു. സഖാവ് പ്രസംഗം നിർത്തി. എന്റെ നാട്ടിൽ 2 പള്ളിയല്ല 3 പള്ളി 5 പള്ളിയിലെ ബാങ്ക കൊടിയത്തൂരങ്ങാടിയിൽ. ഈക്കൊന്ന്, AP-ക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കള് അല്ലേ? എങ്ങനെ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചത്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പൊ ലീഗാര് പറയും കൊളായി ഇപ്പൊ തുടങ്ങും, മറ്റേ പുലാമന്തമുള്ള പള്ളിയും. ശരിയാ, ബ്രിട്ടീഷുകാർ നിരോധിച്ചതായി നാട്ടിൽ പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളി നിരോധനം പിൻവലിച്ചത് എന്തിനാ പിൻവലിച്ചത്? ഇല്ലേ, 921 മലബാർ കലാപം. അത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടന്നത്. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാര് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. പക്ഷേ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നില്ല. 1950 കേരളം ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കോൺഗ്രസിന് 5 MLA-മാരുണ്ടായി. പക്ഷേ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നില്ല. 1957 സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ജന്മനാടായ പുലാമന്തോളിൽ വന്ന് തിരിച്ചു പോകുമ്പോ അവിടുത്തെ മുസ്ലിങ്ങൾ നിവേദനം കൊടുത്തു EMS-ന്, പള്ളി ഉണ്ടാക്കണം. അല്ലേ? നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞാൽ അറിയാം, പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് ചെരുപ്പ് നടന്ന് ചെരുപ്പ് തേഞ്ഞ നിങ്ങളെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല. ആ EMS 1957 ജൂൺ മാസം 7-ാം തീയതി കൊണ്ടുവന്ന ഉത്തരവായത് പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. ഇതിന്റെ നമ്പർ എത്ര അറിയോ? MA/4/16/110/57/PD. ഇതിൽ ഒപ്പിട്ടത് KJ പോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഏതാ 3 ജില്ല? ഇതാണ് മലബാർ. പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നത് ഞങ്ങളാ. ഞാൻ ചുരുക്ക മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങൾ ഈ രാജ്യത്ത് ഏതു മതത്തിനായത് നിങ്ങൾ പറ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് അത്? വയനാടിന്റെ മഹാദുരന്തം. ആ ദുരന്തമുണ്ടായ ദിവസം പ്രിയപ്പെട്ടവരെ മറക്കാൻ പറ്റുമോ നമുക്ക്? ജൂലൈ 29, 2024 ജൂലൈ 29 മേപ്പാടിയിലെ മുണ്ടക്കയിലെയും ചൂരൽമലയും പുഞ്ചിരിമറ്റത്തെയും ഒരുപാട് മനുഷ്യര് വീടുകളിൽ പോയി കിടന്നുറങ്ങി. മഹാദുരന്തം വരാനുള്ളത് അവർക്കറിയില്ല. ഇടിവെട്ടുന്നുണ്ട്, പേമാരിയുണ്ട്, ഇത്തിരി ഭയപ്പാടുണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയ 100-400 മനുഷ്യര് ജീവിതത്തിലേക്ക് ഉണർന്നില്ല. മഹാദുരന്തം ഉണ്ടായി. അത്രയും ആളുകൾ ഒലിച്ചുപോയി. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്റെ നാട് കൊടിയത്തൂരിന് അതിർത്തിയിട്ടൊഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ. ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നു. മനുഷ്യ ജഡങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നപ്പോ പെറുക്കി കൂട്ടാൻ പോയ ഞങ്ങൾ കണ്ടതെന്താ അറിയോ? പിന്നെ ഉടലുള്ള ശരീരത്തിന് തലയില്ല, തലയുള്ളതിന് കൈകാലില്ല. അത്രയും രൂക്ഷമായ രൂപത്തിൽ ആ മനുഷ്യന്റെ മൃതശരീരങ്ങൾ ഒലിച്ചു വന്നു. എല്ലാവരും ഓടിയെത്തി. മേപ്പാടിയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാ മനുഷ്യരുണ്ട്. അതിന് രാഷ്ട്രീയത്തിന്റെ വേർതിരിവില്ല, മതത്തിന്റെ വേർതിരിവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ വന്നു, കണ്ണൂരിൽ വന്നിറങ്ങി. ഹെലികോപ്റ്ററിൽ അദ്ദേഹം മേപ്പാടിയുടെ മുകളിലൂടെ സഞ്ചരിച്ച് ദുരന്തം കണ്ടു. സാന്ദർഭികമായി പറയാണ്, ആ ഹെലികോപ്റ്ററിന്റെ പൈസ ആര് കൊടുക്കണം? ഞങ്ങൾ വിചാരിച്ച് നമ്മൾ കൊടുക്കണം. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? 2018-ലെയും 2019-ലെയും മഹാപ്രളയകാലം കണ്ടില്ലായിരുന്നു നിങ്ങൾ?
കെട്ടിടത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ഹെലികോപ്റ്ററിൽ വന്ന പട്ടാളക്കാർ കയറിന്റെ ഗോവണിയിട്ട് ഇറക്കി അവരെ രക്ഷിച്ചെടുക്കുന്ന മനോഹരമായ രംഗം നമ്മൾ കണ്ടു. പക്ഷേ 2 ആഴ്ച പിന്നിട്ടപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു റെസീറ്റ് ബുക്ക് ആയിട്ട്. എന്താ പറഞ്ഞു? ആ ഹെലികോപ്റ്ററിന്റെ വാടക തരണം. ഇയാളുടെ വീട്ടിൽ നിന്നുണ്ടാണ് നമ്മുടെ സർക്കാരിന്റെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിന്റെ ബാക്കിയായി വാങ്ങിയ ഹെലികോപ്റ്ററിന്റെ പണം തരണം എന്ന് പറഞ്ഞവർ. അതുകൊണ്ടാ പറഞ്ഞത് ആ പണം കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഹെലികോപ്റ്ററിൽ ആകാശ വീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി മേപ്പാടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങി തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ കണ്ട രംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ പ്രിയപ്പെട്ടവര്? ആ ആശുപത്രിയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയിരിക്കുന്നു. 2.5 വയസ്സുള്ള നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ അവൾ ഇങ്ങനെ തടവി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്തുള്ള കണ്ണട അവൾ ഊരിക്കളിച്ചു. സാന്ദർഭികമായി പറയാണ്, ആ പെൺകുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക്? ആ പെൺകുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ ദുരന്തം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയിരുന്നു മേപ്പാടിയിലേക്ക്. അറിയില്ലേ കാഞ്ചനമാലയെ? അറിയില്ലേ? മൊയ്തീൻ എന്ന സിനിമ അല്ലേ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയത്തിന് പുതിയ ആപ്തവാക്യമെഴുതിയ സിനിമ. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാണമിട്ടൊഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴ 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്ത് കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാ. ആ ഏടത്തിയമ്മയോടൊപ്പം വയനാട്ടിലെ സഖാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രം കൂടിയായ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി. ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമറ്റവും എല്ലാം നടന്നു കണ്ടു. ചൂരൽമല അങ്ങാടിയിൽ അവിടുത്തെ സഖാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് തകർന്നു കിടക്കുന്ന ഒരു പീഡികക്കോലായി കാണിച്ച് അവരെന്നോട് ചോദിച്ചു, സഖാവേ ഈ പീഡികക്കോലായി ഓർക്കുന്നുണ്ടോ? എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല. അവര് പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പ്രസംഗിക്കാൻ വന്നത് ഇവിടെയായിരുന്നു. ഞാൻ ഓർത്തെടുത്തു, ശരിയാ, ഞാൻ അവിടെ പ്രസംഗിക്കാൻ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മേപ്പാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നെയല്ല കാഞ്ചനമാലയെ കാത്തിരിക്കുന്നു. ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ഞാൻ അന്ന് ചൂരൽമലയിൽ പ്രസംഗിച്ചപ്പോ എന്റെ യോഗത്തിന് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. കൊണ്ടുപോയി മഹാപ്രളയം അവനെ, അവന്റെ ഉമ്മാനെ കൊണ്ടുപോയി, അവന്റെ ബാപ്പാനെ കൊണ്ടുപോയി, അവന്റെ മക്കളെ കൊണ്ടുപോയി. ആ ഷാജഹാന്റെ പൊന്നാര മകളുടെ പേരാണ് നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ പെൺകുട്ടി. മേപ്പാടി അങ്ങാടിയിലെത്തി അവരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഷാജഹാന്റെ ഭാര്യയോട് അറിയാതെ ഞാൻ പറഞ്ഞുപോയി, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആയിരുന്നു അന്ന് എന്റെ പൊതുയോഗത്തിന് നന്ദി പറഞ്ഞതും. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു. പ്രിയപ്പെട്ടവൻ, ആ ഷാജഹാന്റെ പുന്നോമന മകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ നൈസമോൾ. ആ നൈസമോൾക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ? എന്റെ മുമ്പിൽ സ്ത്രീകൾ ഇരിക്കുന്നു. നിങ്ങൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആദ്യം വാങ്ങിയ സാധനം എന്താണ്? ബേബി പൗഡർ അല്ലേ, കുട്ടിയുടെ മുഖത്തിടാൻ. പിന്നെ വാങ്ങിയത് എന്താണ്? ബേബി സോപ്പ്, ആ കുട്ടിയെ കുളിപ്പിക്കാൻ. പിന്നെ വാങ്ങിയത് എന്താണ്? ഒരു കുഞ്ഞുടുപ്പ്, ആ കുട്ടി കണിയിക്കാനുള്ള. അങ്ങനെ ജീവിതത്തിന്റെ ആരംഭത്തിൽ വാങ്ങി തുടങ്ങി മരണം സംഭവിച്ചാൽ ഏത് മതവിശ്വാസിയുടെ വീട്ടിലും പോയി നോക്ക് നിങ്ങൾ, സുഗന്ധം പരത്തി എരിഞ്ഞു കത്തുന്ന സാധനത്തിന്റെ പേര് ചന്ദനത്തിരീന അല്ലേ? ആ ചന്ദനത്തിരിയുടെ പാക്കറ്റ് എടുത്ത് നിങ്ങൾ അന്ന് നോക്ക്, അതിന്റെ പുറത്തുണ്ടാവും ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാളിൽ നിങ്ങൾ വാങ്ങിയ ബേബി സോപ്പ് നോക്ക്, അതിന്റെ പുറത്തുമുണ്ടാകും ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാൾ മുതൽ മരിച്ച നാൾ വരെ ഞാനും നിങ്ങളും വാങ്ങിക്കുന്ന സകല സാധനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന നികുതി GST എന്ന ഓമന പേരിൽ കേന്ദ്രം കൊണ്ടുപോയി. അതിൽ നിന്ന് ഒറ്റ നയാ പൈസ തന്നില്ല. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. എന്റെ നാട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, കൂത്തുപറമ്പുകാരൻ M സനോജ്, അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ 25 വീടുണ്ടാക്കും. ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ പാട്ട കുലുക്കാൻ വന്നോ? നിങ്ങളുടെ മുമ്പിൽ റെസീറ്റ് പിരിക്കാൻ വന്നോ? ഇല്ല. ഞാനും നിങ്ങളും ഈ നാട്ടിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിലും റോട്ടിലും വലിച്ചെറിഞ്ഞത് അവര് പെറുക്കിക്കൂട്ടി. നമ്മുടെ വീടുകളിൽ വന്ന് കന്നാസും കടലാസും പെറുക്കിക്കൂട്ടി. ജീവിതത്തിൽ ഇന്ന് വരെ കല്ല് ചുമന്ന് പരിചയമില്ലാത്ത ഡിവൈഎഫ്ഐക്കാരൻ ചുമരിൽ കല്ല് ചുമന്നു, ചെങ്കല്ല് ചുമന്നു, മരം ചുമന്നു, ലോറി കയറ്റി പൈസ ഉണ്ടാക്കി, ചായ കച്ചവടം നടത്തി, മീൻ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി. അങ്ങനെ അവരുണ്ടാക്കിയത് എത്രയാറിയോ? 20 കോടി.
അതാ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്ത് 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കാൻ. ആ സമയത്താണ് ഒരുത്തന്റെ പ്രഖ്യാപനം. DYFI 25 വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 30 വീട്. അവന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ ജയരാജേട്ടൻ പറഞ്ഞ പോലെ സ്ത്രീകൾ എണീറ്റ് പോണ്ട, ഞാൻ കൂടുതൽ പറയൂല, ഇല്ലേ? അവൻ പറഞ്ഞ എന്താണ്? 25 വീടുണ്ടാക്കും. എന്നിട്ടോ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പോലും അതിന് പണം വാങ്ങിയവൻ, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെ ഉണ്ടാക്കി വീട്? എവിടെ ഉണ്ടാക്കി? കോൺഗ്രസ് ഉണ്ടല്ലോ എന്റെ കൂടെ ഇവിടെ കേൾക്കുന്നവര്. ആ കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ പണം എവിടെ? നിങ്ങൾ പറഞ്ഞു ആപ്പിലുണ്ട്. ഏത് ആപ്പില്? ഞാൻ വെല്ലുവിളിക്കുന്നു. ആ ആപ്പ് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തന്നാൽ 1 ലക്ഷം നിങ്ങൾ കാണിച്ചു തരും. ആ ആപ്പ് കോൺഗ്രസിന്റെ ആപ്പ്. ആരെത്ര തന്നു? എത്ര കിട്ടി? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തേ പറയാൻ പറ്റാത്തത്? രാഹുൽ മാങ്കൂട്ടത്തില് ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോ പറഞ്ഞു, ഇതാ 85 ലക്ഷം ഉണ്ട്. എവിടെ നിന്ന് കിട്ടി? എത്ര കിട്ടി? ബാക്കി എവിടെ? ഏതെങ്കിലും ഒരു പത്രക്കാരൻ ചോദിച്ചോ? കൃത്യമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. കുറ്റ്യാടി, പേരാമ്പ്ര, വടകര 3 ലക്ഷം അവർ പിരിപ്പിച്ചത്. 2.5 ലക്ഷം പേരാമ്പ്ര, 2.25 ലക്ഷമാണ് കുറ്റ്യാടി. മട്ടന്നൂര് കൃത്യമായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്തേ പറയാനുള്ള കാരണം? ഈ വാട്സപ്പിൽ വന്നതാ. നമ്മുടെയൊക്കെ നാട്ടിലെ വാട്സപ്പുകളിൽ വന്നു. എന്താണ് അവര് നടത്തിയത്? പൊറാട്ട ചാലഞ്ച്. എന്താ പൊറാട്ട ചാലഞ്ച്? 2 പൊറാട്ട 1 കോഴിക്കറി. എത്രയാ വില? 60. 4 മാസം കഴിഞ്ഞപ്പോ അതേ വാട്സപ്പിൽ വന്നു. എന്താ വന്നത്? പൊറാട്ട ചാലഞ്ചിൽ പങ്കെടുത്ത 4001 പേർക്ക് നന്ദി. അപ്പൊ എത്ര ഉണ്ടാവും? 4001 ഗുണിക്കണം 60, 1420, 6424, 2,40,040,060. ഈ കേരളത്തിൽ 140 മണ്ഡലം. എത്ര ഉണ്ടാവും? 2,80,00,000. എവിടെ പോയി പണം? എവിടെ പോയി പണം? 18 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ KSUവിന്റെ പെൺകുട്ടികൾ മുതൽ MI ഷാനവാസിനോടും രമേശ് ചെന്നിത്തലയോടും ഒപ്പം പ്രവർത്തിച്ച 70 വയസ്സുള്ള സ്ത്രീകളടക്കം കൺമുമ്പിൽ കാണുന്ന സകല സ്ത്രീകളെയും ഭോഗവസ്തുവായി കണ്ട് അവരെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ച് 3 പരാതിയിലും പറയുന്ന പോലെ മുറിക്കകത്തേക്ക് കയറിയാൽ വന്യമൃഗത്തെ പോലെ ചാടി കടിച്ചു കയറി ആ പെൺകുട്ടികളോട് പറയും, നിന്നിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ വിവരം പറയുമ്പോ അവൻ പറയും, ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടികൾ പറയുമ്പോ പറയും, നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് വേണ്ട. ഈ വാട്സപ്പിലുണ്ട് സംസാരിക്കുന്നത്. ഇയാള് പറയുന്നത് കേരളം മുഴുവൻ കേട്ടതാ. ഇയാള് പറയുന്നത് ഇല്ലേ? ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു IAS-കാരി പെണ്ണുങ്ങളും കൂടെ ഉണ്ടെന്ന്. അപ്പൊ ആരോ പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ പാലക്കാട് നിന്ന് ഇവന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഇത്രയും ക്രൂരനായ ഒരുത്തൻ. പക്ഷെ എനിക്ക് രസം തന്നെ, നവമാധ്യമത്തിൽ ഇപ്പോഴും പോയി നോക്കുക, ഇപ്പോഴും പോയി നോക്ക്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടുന്ന ആരറിയോ? മുസ്ലിം ലീഗിന്റെ സൈബർ പട. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കി. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോയപ്പോ ഒറ്റ കോൺഗ്രസിന്റെ MLA-മാരും അയാളെ കാണാൻ പോയില്ല. പോയതാരാ? ലീഗിന്റെ 4ഓ 5ഓ MLA-മാര് വട്ടത്ത് കൂടിയിട്ട് വർത്താനം പറയാൻ. കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചറിയാണ്. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല, സ്ത്രീകൾ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ നാട്ടിലെ മരിച്ച മനുഷ്യരുടെ പേരിൽ പെരുവെടുത്ത് അത് ഭോഗിക്കാൻ കൊണ്ടുപോയ ഒരുത്തൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് MLA, അവൻ ഇപ്പോഴും താങ്ങി നടക്കും. ഇത് പറയുമ്പോ ലീഗും കോൺഗ്രസും ഒക്കെ പറയും, എന്താ പറയാ, അല്ല ഇവിടെ പീഡനത്തിന് പിടിക്കപ്പെട്ടവരിൽ നിങ്ങളുമില്ലേ? ഉണ്ട്, ഞങ്ങളിലുണ്ട്. എന്താ നിങ്ങൾക്ക് സംശയം? അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട പരാതി വന്നപ്പോ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അവര് കോടതിയിൽ പോയി നിരപരാധിത്വം തെളിയിച്ചപ്പോ അവരെ തിരിച്ചെടുത്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യ സഹജമാണ്, തെറ്റുപറ്റും. എന്താ കാരണം? എന്റെ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവിന്റെ പേര് ആദം നബി, ഭാര്യയുടെ പേര് ഹവ്വ. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവ് ആദം, ഭാര്യയുടെ പേര് ഹവ്വ. എവിടെ താമസിച്ചിരുന്നത്? സ്വർഗത്തിൽ. എക്സൈസ് കമ്മീഷണർ അല്ല ക്ലാസ് എടുത്തത്. സാക്ഷാൽ പടച്ച തമ്പുരാൻ ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത്. അത് പോയി തിന്നതുകൊണ്ടല്ലേ മനുഷ്യൻ ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്. മനുഷ്യ സഹജമാണ്. പക്ഷേ ഇത്രയധികം മനുഷ്യരെ പീഡിപ്പിച്ചാലുണ്ടാവും. അയാളുടെ രാഷ്ട്രീയ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അയാളുടെ എല്ലാം ആരാണ്? ഷാഫിയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാതിരാത്രിയിൽ ഇന്ന് അയാളെ പിടികൂടിയ ആ ഹോട്ടലിന്റെ 2002 റൂമിൽ നീല ബാഗുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. ഷാഫി അവിടെ ഉണ്ടായിരുന്നു. വലിയ ചർച്ചയായി. എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്? പിറ്റേ ദിവസം ഞാനിടുന്ന ഷർട്ട് ഏതാണ് എന്ന് ഷാഫിയോട് അന്വേഷിക്കാൻ പോയതാണ്.
എല്ലാമായ ഷാഫി ഇല്ലേ? നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ പെട്ടി ഒരു പോലീസുകാരൻ പരിശോധിച്ചപ്പോ നിന്നെ കാണിച്ചു തരാ, നിനക്ക് പണിഷ്മെന്റ് തരും. എന്തിനാണ്? ഷാഫിയെ തൊട്ടതിന് ഇല്ലേ? ഇരട്ടപറ്റ ഡയാമീസ് ഇരട്ടകളെ പോലെയുള്ള ഷാഫിയുടെ എല്ലാമായ രാഹുൽ കാലം തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, ബാക്കി ഞാൻ അവസാനിപ്പിക്കാം. ഈ നെറികേടികൾക്കെതിരെ, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് മൂസക്കുട്ടി സഖാവിന്റെ ഓർമ്മകൾ ഇനി അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.